ചേർത്തലയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റിപ്പോർട്ടിങ്ങിന് പോയ ന്യൂസ് മലയാളം ആലപ്പുഴ റിപ്പോർട്ടർ അമൽ സുരേന്ദ്രന്റെ കയ്യിൽ കുറച്ച് നോട്ടുകൾ വന്നുപെട്ടു. ഈ നോട്ടുകൾക്ക് നമ്മുടെ സ്ഥാനാർത്ഥികളും നേതാക്കളുമായി ബന്ധമുണ്ട്. ആ ബന്ധമെന്തെന്ന് ചേർത്തല സ്വദേശിയായ അർവിത് കുമാർ പൈ തന്നെ പറയും. ചേർത്തലയിലെ തെരഞ്ഞെടുപ്പ് ചൂട് സഹിക്കവയ്യാതെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒരു ഇടവഴിയിലൂടെ വെറുതെ അങ്ങ് നടക്കുകയായിരുന്നു. അപ്പോഴാണ് കുറച്ച് കാശ് കയ്യിൽ വന്നത്. സംശയിക്കാൻ വരട്ടെ, പിഴയോ കള്ളപ്പണമോ ഒന്നുമല്ല, കുറച്ച് 1 രൂപ നോട്ടുകളാണ്. 1 രൂപ നോട്ടെന്ന് കേട്ട് പുച്ഛിക്കാനും വരട്ടെ. ഈ 1 രൂപ നോട്ടുകളുടെ എല്ലാം ഉള്ളിലുള്ള സീരിയൽ നമ്പേഴ്സ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ തിരഞ്ഞെടുത്ത നമ്മളെ ഭരിക്കുന്ന ജനപ്രതിനിധികളുടെ ജനന തീയതി ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ അക്കങ്ങളെല്ലാം കണ്ടെടുത്ത്, ആ നോട്ടുകളെല്ലാം കണ്ടെടുത്ത് വലിയൊരു ശേഖരം സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരു ചേർത്തലക്കാരൻ. മറ്റാരുമല്ല, 1 റുപ്പി മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ പ്രശസ്തനായിട്ടുള്ള അർവിത് കുമാർ പൈ. നമുക്ക് അദ്ദേഹത്തിന്റെ ശേഖരം ഒന്ന് കണ്ടുവന്നാലോ. ഹലോ വീട്ടുകാരെ, ഞങ്ങൾക്കേ കുറച്ച് 1 രൂപ നോട്ടുകൾ കിട്ടി. അപ്പൊ അതിന്റെ ഉടമയെ നോക്കി വന്നതാണ്. നമസ്തേ, ഞാനാണ് അരവിന്ദ് കുമാർ പൈ. ഓക്കെ, 1 റുപ്പി മാൻ ഓഫ് ഇന്ത്യ. ഓക്കെ. പഴയ നാണയങ്ങളും വിദേശ കറൻസികളും ശേഖരിക്കുന്നത് അസാധാരണമൊന്നുമല്ല. എന്നാൽ നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ജനന തീയതി സീരിയൽ നമ്പറുകളായി വരുന്ന നോട്ടുകൾ ശേഖരിക്കുക അത്ര നിസ്സാരമല്ല. ഇത്തരത്തിൽ 1 രൂപയുടെയും 10 രൂപയുടെയും ശേഖരം അർവിദ് ഏറെ പ്രയത്നിച്ചും സമയമെടുത്തുമാണ് കണ്ടെത്തിയത്. സ്റ്റാമ്പുകളും തീപ്പെട്ടി കവറുകളും ശേഖരിച്ചായിരുന്നു തുടക്കം. പുതിയ നിയമസഭാ മന്ദിരത്തിലെ ആദ്യ സമ്മേളനം, അതേപോലെ പഴയകാല നിയമസഭാ മന്ദിരത്തിലെ അവസാനത്തെ സമ്മേളനം, അത്തരം രസകരങ്ങളായ കുറേ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് കൂടി നമ്മളൊരു ഗ്ലൂ ചെയ്തിട്ടാണ് ഈ ഒരു കളക്ഷൻ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് ഈ പറഞ്ഞ പോലെ നിയമസഭയിൽ ആരൊക്കെയാണോ ജയിച്ചു പോകുന്നത്, കഴിഞ്ഞ 2 നിയമസഭയിൽ ജയിച്ചുപോയ അംഗങ്ങളുടെ ജനനത്തീയതിയുള്ള ഡേറ്റ് ഓഫ് ബർത്തുള്ള 1 രൂപ നോട്ട് ശേഖരിച്ച് വ്യത്യസ്തനായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പ്രമുഖരായ എല്ലാ നേതാക്കളുടെയും ജനന തീയതിയിലുള്ള നോട്ടുകളും അർവിദിന്റെ കളക്ഷനിൽ കാണാം. അതിൽ ചില കൗതുകങ്ങളുണ്ട്. അരൂരിൽ മത്സരത്തിനിറങ്ങുന്ന UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാന്റെയും LDF സ്ഥാനാർത്ഥി ദലീമ ജോജയുടെയും ജനന ദിവസം ഒന്ന് തന്നെയാണ്. അതേപോലെ രസകരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ പഴയ ലോക്സഭ മെമ്പറായിരുന്ന CS സുജാത, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് 28 മെയ് 1965 ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സെയിം ഡേറ്റ് തന്നെയാണ് ഇപ്പോഴത്തെ സജി ചെറിയാൻ്റെയും അതേപോലെയാണുള്ളത്. പ്രമുഖരുടെ ജനന തീയതികൾ കണ്ടെത്താൻ ഇന്റർനെറ്റിനെയാണ് അർവിദ് ആശ്രയിച്ചത്. 1 റുപ്പി മാൻ ഓഫ് ഇന്ത്യ എന്നൊരു വിശേഷണം അർവിദിന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രി P പ്രസാദ്, രമേശ് ചെന്നിത്തല, സ്പീക്കർ AN ഷംസീർ, G സുധാകരൻ തുടങ്ങി നേതാക്കളുടെയും സിനിമാ താരങ്ങളുടെയും ജനന തീയതികൾ വെച്ചുള്ള നോട്ടുകളും കളക്ഷനും അർവിദിന്റെ കൈവശമുണ്ട്. സർക്കാർ സ്കൂൾ അധ്യാപകനാണ് അർവിദ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ആര് ജയിക്കുമെന്ന ചോദ്യത്തിനുള്ള മറുപടി ഇങ്ങനെ: വരുന്ന ആൾക്കാർ നല്ല രീതിയിൽ ഭരിക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരായിരിക്കും അടുത്ത ഇതിൽ വരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഗോവയിൽ നിന്നും ചേർത്തലയിലെത്തിയ കൊങ്ങിണി കുടുംബമാണ് അർവിദിന്റേത്. ഭാര്യയും 2 കുട്ടികളും അമ്മയും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലടക്കം അർവിദ് ഇതിനോടകം ഇടം പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ചരിത്രത്തോടും സംസ്കാരത്തോടും രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളോടും പുതിയ ജൻസി കാലഘട്ടം വിമുഖത കാണിക്കുന്നുവെന്ന വിമർശനം നിലനിൽക്കെയാണ് ഇത്തരം കൗതുകങ്ങൾ. ക്യാമറമാൻ ദീപക് ജേക്കബിനും അജയ്ക്കുമൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.